ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലര് കഴുതിയാവും, അത് എന്റെ കൂടെ ഉണ്ടാവും. അല്ലാത്തവരെല്ലാം കഴുതിയല്ല. എന്ത് നോക്കൂ, എന്താണ് ഇത്? ഈ കാര്യം എന്താണ് ആലോചിച്ചോ? എത്ര ഗുരുതരമായ സംഗതിയാണത്. ഭാഗ്യവശാൽ 947 ശേഷം ഇന്ത്യൻ മുസ്ലിം ലീഗുകൾക്ക് ഉണ്ടായ ഏറ്റവും മഹത്തായ ഒരു നേട്ടം ആയിരുന്നു അത്. പാർലമെന്റിൽ ആ കാര്യം നിർത്തിവെച്ചു. അതിപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലാന്ന് ഗവൺമെന്റ് പറഞ്ഞു. എന്തുകൊണ്ട്? മുസ്ലിം സംഘടന ശക്തി, ആ ശക്തി ഈ കാലത്തിൽ വന്നു. ചെറിയ നേട്ടമാണോ അത്? ആലോചിച്ച് നോക്കൂ. അവിടെ യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനം ചെയ്യാൻ കാരണം, അങ്ങനെ ഫത്വ പുറപ്പെടുവിക്കാൻ കാരണം എന്താണ്? ഒരു ന്യായത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ല. അത് തനിക്ക് രാഷ്ട്രീയ ചിന്താഗതി, അതായത് മുസ്ലിം ലീഗും ഇത് ശരീഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് വകവയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിനി അങ്ങോട്ട് പോകും. ഇതല്ലാതെ മറ്റെന്താണ്? കുട്ടികളോട് ചിന്തിച്ച് നോക്കൂ. അതിന് വേണ്ടി അവരെ പ്രീണിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ചെയ്തതല്ലേ ഈ പ്രവൃത്തി? ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയം തോന്നുമെങ്കിൽ അനന്തര സംഭവങ്ങളെ പറ്റി ചിന്തിക്കും നോക്കാം. ഇതിന് ശേഷം പിന്നെയുള്ള അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആലോചിച്ചോ. അനന്തര സംഭവങ്ങൾ ആ കാര്യം കഴിഞ്ഞ ശേഷം പിന്നീട് അസംബ്ലി ഇലക്ഷൻ വന്നു. ആണോ? പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ വന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ഫത്വക്കാർ, ഈ ഇടത്തോട്ട് നീങ്ങിയ ഫത്വക്കാർ അവരെന്ത് ചെയ്തു എന്നാൽ സമുദായത്തിന്റെ സംഘടന പൊളിക്കാൻ വേണ്ടി ആവുന്നതൊക്കെ പരിശ്രമിച്ചു. സുന്നത്തമായ സുന്നിന്റെ പേരും പറഞ്ഞു. അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? സമുദായത്തിന്റെ സംഘടിത ശക്തി തകർക്കാൻ വേണ്ടി അവർ ചെയ്യാത്ത കാര്യം എന്താണ്? അതെല്ലാം തന്നെ സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ട്. ഏതാണ് ആ സുന്നി? നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കുന്നമംഗലത്ത് ബാലൻ വൈദ്യർ ഒരു സ്ഥാനാർത്ഥി, രാമൻ മാസ്റ്റർ മറ്റൊരു സ്ഥാനാർത്ഥി. അതിൽ ബാലൻ വൈദ്യർ സുന്നി. സലാമിന്റെ മസ്ജിദാണ്. ഇതാണ് സലാമിന്റെ മസ്ജിദ്. ഉറുപ്പിൽ വേണം മനുഷ്യന്. കുറച്ച് ഉറുപ്പ് വേണം. ഉറുപ്പില്ലെങ്കിൽ എന്തും ആവാമില്ല. ആലോചിച്ച് നോക്കൂ. ഇത് സലാമിന്റെ മസ്ജിദാണ്. ഇത് ഈ മസ്ജിദ് എന്താണ്? അങ്ങനെ സമുദായത്തിന്റെ സംഘടിത ശക്തി, സമുദായത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആവുന്നത് മുഴുവൻ ഉറപ്പിച്ചു. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അനന്തര സംഭവം. ആ സമയത്തെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവരെ പുണ്യപിടിച്ച് പുറത്താവേണ്ടതാണ്. പക്ഷേ ഞങ്ങളെ ചെയ്തതിന് കാരണം ഒന്നും കൂടി നോക്കാമല്ലോ. മനുഷ്യനെ നന്നായിക്കൂടി നന്നാക്കാൻ നോക്കുക. മാനവൃത്തിയാൽ പറഞ്ഞാൽ കണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഒരു എറണാകുളത്ത് ഒരു സുന്നി, അപ്പോഴത്തെ സുന്നി ഇവരുടെ സംഘം ഈ ഫത്വയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം എന്തോന്നായിട്ടുണ്ട്. എറണാകുളത്ത് ഒരു സ്റ്റേറ്റ് സമ്മേളനം സുന്നി യുവജന സംഘത്തിന്റെ നടക്കാൻ പോകുന്നുണ്ട് എന്നൊരു പ്രചാരണം. ആരും അറിയില്ല, ഒരു തന്നെ സ്വന്തം. അത് അവരുടെ സുന്നികളാരും അറിയില്ല. തൃശ്ശൂരോ ആ മേഖലയിലെ സുന്നി അവർക്ക് ദേഷ്യം വന്നു. അവരെന്ത് ചെയ്തു? ജനുവരി 15 ഒരു സമ്മേളനം അവർ സംഘടിപ്പിച്ചു. മറ്റേ ജനുവരി 22 നോക്കൂ. കുഴപ്പത്തിന് വേറെ വല്ല വഴിയുമ്പോൾ ഞങ്ങൾ അവർ 2 കക്ഷിയും വിളിച്ചു. ഇത് ചെയ്യരുത്. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. നിങ്ങൾ ഇനിയെങ്കിലും ഈ പ്രവർത്തനം സമ്മേളനം നടത്തണമെങ്കിൽ നമുക്ക് നടത്താം. ജനുവരി 29 എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു സമ്മേളനം നടത്താം. നോക്കൂ, വീടിന്റെ ആളുകൾക്ക് എത്ര സന്തോഷകരമാണ് അങ്ങനെ ഒന്നുണ്ടാവുന്നത്. ആലോചിച്ച് നോക്കൂ. അത്
പുറമേ സമ്മതിക്കാതിരിക്കാൻ നിൽക്കില്ലല്ലോ. അങ്ങനെ സമ്മതിച്ചു, താഴെ ഇറങ്ങിപ്പോയി, അതിന് വള്ളം കൂട്ടി, കുഴപ്പം കൂട്ടി, അതിനെപ്പറ്റി വിശദമായ ചർച്ചയ്ക്ക് വെച്ചിരുന്ന ദിവസം ഇവരാരും അവിടെ വന്നില്ല. എന്നിട്ട് അത് മാത്രമല്ല, അവിടെ വേണ്ട കുഴപ്പമൊക്കെ ഉണ്ടാക്കി സമസ്തന്റെ ആവശ്യത്തിൽ മഹത്തായ സമസ്തയില്ല കണ്ടോ. അതും കഴിഞ്ഞു. പിന്നെ ജനുവരി 22 സമ്മേളനം, ജനുവരി 9 മലയാള മനോരമ എടുക്കുന്നത് നോക്കി. കേരളത്തിൽ ഉള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങൾ എടുത്ത് നോക്കി. അത് ഞാൻ പറയുന്നത് വെറും ചന്ദ്രിക എന്നെ കുറ്റം പറയുന്നത് അത് അല്ല. എന്താണ് അതിൻ്റെ? കോഴിക്കോട്ട് നിന്നും പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ഫത്വ എന്താണ്? ഫത്വ ഈ ഒരു സുന്നിക്ക്, ഈ ഏത് സുന്നിയായാലും ആ സുന്നിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാം. മതിയാണ്. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്തായത്? നിങ്ങളൊരു പക്ഷേ ഞങ്ങളാ ചീത്ത പറയൂ, ഇതെന്തിന് വെച്ചുകൊണ്ട് തിന്നുന്നത് കണ്ടോ. അങ്ങനെ എന്ത് ചെയ്തു? ജനുവരി, അതിന്റെ മുമ്പ് എന്താ ഉണ്ടായത്? മുമ്പ് പിന്നെ ഡിസംബർ 1 ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു, സമസ്ത നിമിഷം. അപ്പോഴൊക്കെ എന്ത് ചെയ്തു? കോടതിയിൽ ചെന്നിട്ട് അതിനൊരു സ്റ്റേ. ഇതൊക്കെ നിങ്ങൾ പേപ്പർ മുഖേന ആര് ഈ ശുന്യ ചെയ്യുന്നത്? എന്തിന്? ഇതാലോചിക്കാനാണ്. പക്ഷേ ആ സ്റ്റേ തള്ളിപ്പോയി. 1 അല്ല 2 അല്ല 3 ഒക്കെ തള്ളി. ഞങ്ങള് സമസ്തന്റെ മുഷാവറ യോഗം വിളിച്ചു. എന്നിട്ട് ആ വിളിച്ചു, അവർക്ക് എന്താ നോട്ടീസ് കൊടുത്തു, വന്നു. പക്ഷേ അതിന്റെ അന്ന് 4ാമത്തെ കോടതിയിൽ സ്റ്റേ തള്ളിയ വിവരം എത്തിയപ്പോൾ 4 ആളുകൾ ഇറങ്ങി. കണ്ടോ, ഒരു ഇവനും ഒരു തങ്ങയും, വേറെ 1-2 ആളും. ഏതാ തങ്ങ നിങ്ങൾക്കറിയാലോ, ഏതാണ് ഇവൻ? ഔണ്ട് ഞാൻ പറയുന്നുണ്ടോ? അൽഹംദുലില്ലാ ഭാരം പോയി. അങ്ങനെ പോയി. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നി. അള്ളാഹു അക്ബർ. അള്ളാന്ന് പറയാനാണ് അള്ളാഹു അക്ബർ. ഇതെന്തിനാണ് ഈ ജാതി പണിയെടുക്കുന്നത്? എന്നിട്ട് കളവെന്തിന് പറയുന്നത്? കളവെന്തിനൊക്കെ പറഞ്ഞു നടക്കുന്നത്? ഒരു മുസ്ലിമെ ചേർത്താൽ, ഒരു എന്റെ അധികാരത്തിൽ ചേർത്താൽ ആലോചിച്ച് നോക്കൂ. ഇന്ന് പിന്നെ അതും കളി. അങ്ങനെ പിന്നെ പോയിട്ട് എന്തായി? പിന്നെ ഫുൾ സുന്നി, മുഴുവൻ സുന്നി, അവൻ മാത്രം സുന്നി, അവനും അവന്റെ കൂടെ 3-4 ആളും മാത്രം സുന്നി, വേറെ ആരും സുന്നിയില്ല. ഇത് എത്ര കാലം നടക്കും? എത്ര കാലമാണ് നടക്കുന്നത്? പണ്ട് ഒരു കാക്ക പറഞ്ഞു, എന്താ കാക്ക? ഞാൻ കാക്ക കൊടുത്തു. എന്താ കാക്ക? ഇങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞാൽ ഒരു കുറുക്കൻ ഇങ്ങനെ ഒച്ചടും, വേറെ 2-3 അതിന്റെ കൂടെ ഒച്ചടും. അതെന്താണത്? ഈ ആ സമയം നോക്കിയിട്ട് വരും. അത് ഞാൻ ചെറുപ്പത്തിൽ ഇല്ല പോകുന്ന സമയം. അപ്പോ കാക്ക എന്നോട് പറഞ്ഞു, അത് കേൾക്കണം. അത് ഒരു കുറുക്കനെ രാത്രി 12 മണി കഴിഞ്ഞാൽ 2 കാലുകൾ എഴുതിയിട്ട് നിൽക്കും. എന്നിട്ട് രാജൊക്കെൻ്റെതാണോന്ന് വിളിച്ചു പറയും. മറ്റുള്ള കുറുക്കന്മാര് ഓന്റെ കൂടുതൽ 2-3 കുറുക്കന്മാർ ഒക്കെ 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 ഇതാണ്
മുസ്ലിയാരെ പറയുന്നത് എന്ന് പറഞ്ഞു. ഞാനന്ന് ചെലവ് കുടിക്കുകയുള്ള മൂപ്പരാ പറഞ്ഞത്. ഞാൻ മൂപ്പര തമാശാക്കിയതാണ് ചോദിച്ചത്. അത് തന്നെ വേറെ എന്താണ് അർത്ഥമുള്ളത്? വേറെ വല്ല അർത്ഥത്തിനുണ്ടോ? അതും കഴിഞ്ഞു, ആ സംഗതി എല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്താന്ന് വെച്ചാൽ പിന്നെ പാർലമെന്റ് ഇലക്ഷൻ വന്നു. അപ്പം മൂപ്പർക്ക് എന്താണുള്ളതെന്ന് വെച്ചാൽ ഇത് ഇബ്രാഹിം സുലൈമാൻ സേർപ്പൂനെ ഇപ്പം തോൽപ്പിക്കണം, എന്നിട്ട് വരുന്ന ഇലക്ഷനിൽ എനിക്ക് MP ആവണം. അതിലെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ അത് മലപ്പുറം ജില്ലയിലും അത് പൊന്നാനിയിലും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസിന്റെ കൂടാ, അല്ലെങ്കിൽ പിന്നെ അത് സാധിക്കൂല. നമ്മൾ ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ അറുപത് കൗസവും എന്നിട്ട് നാട് മുഴുവൻ ഒരു ചുറ്റിയിട്ട് എന്ത് പറഞ്ഞു? ലീഗിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിൽ അതിന് തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിൽ വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ലീഗിൽ വോട്ട് ചെയ്തു പോയാൽ അബ്ദുൽ കൗസറിന്റെ തലയിലാണ് ഞാൻ തരില്ല. എന്താണ് മട്ടം? എന്താണ് ഇതിന്റെ മട്ടം? ഇതാണ് ഇതിന്റെ മട്ടം. എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിൽ 5 അത്ഭുതങ്ങളെന്നാണ് ചരിത്രം പറയുന്നത്. 6ാമത്തെ അത്ഭുതമാണ് ലോകത്തിൽ. എന്താണ് ഇതിന് അർത്ഥമുള്ളത്? എന്നിട്ട് ഇപ്പൊ അങ്ങനെ അബ്ദുൽ കൗസറായി ടോയെന്നങ്ങനെ നടക്കാപ്പോ ഇല്ല. എന്തിനാണ് ചില വീരന്മാർ ഇതിന്റെ വയ്യ അബ്ദുൽ കൗസർ കുടിക്കാനാ? ഇതിന്റെ വയ്യ കൂടി മലിക്കുൽ ജബ്ബാറായ ലാൽസീതായ തമ്പുരാനെ ഫിത്ന. പക്ഷേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടൊക്കെ സത്യം. അതായത് ഫിത്ന വരും, ബാത്തിൽ വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന്റെ ചരിത്രം ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അതിന് സന്ദർഭം ഉണ്ടാകും, സന്ദർഭമാണ് ഉണ്ടാക്കിയിട്ടില്ല, യാതൊരു സംശയവും വേണ്ട. അതിന്റെ സന്ദർഭങ്ങളാണ് ഈ ഉണ്ടാക്കിയത് മുഴുവൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് പരിശുദ്ധ ദീനിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. തുല്യപ്പാറായ ലാൽശീലായ തമ്പുരാനെ, നീ ഞങ്ങളെ പരീക്ഷിക്കും, അത് ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളെ പരീക്ഷിക്കും. ഞങ്ങളെ ഈമാൻ സുരക്ഷിതമായി നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യ് തമ്പുരാനെ. സമുദായത്തിന്റെ ശക്തി ഒരു കാരണവശാലും നീ ഈ ഫിത്നയുടെ സമാനത്തെ അതിനെ നീ നശിപ്പിക്കില്ല തമ്പുരാനെ. ഒരു ജമാഅത്തായി നിലകൊള്ളും, ഒരു ജമാഅത്തായി പരിശുദ്ധതയുടെ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യ് തമ്പുരാനെ. ഈ മഹത്തായ മജ്ലിസിൽ സാധുക്കളായ ഞങ്ങൾ പരിശുദ്ധ ദീനിനെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ പരിശുദ്ധ ദീനിനെ സ്നേഹിച്ചുകൊണ്ട്, അതിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്. ഈ മനുഷ്യനെ നീ സ്വാലിഹായ മനുഷ്യരായി അതിനെ കബൂൽ ചെയ്യ് തമ്പുരാനെ. ഞങ്ങളിവിടെ വളരെ ദൂരത്തു നിന്ന് ഈ പ്രദേശത്തിൽ വന്നവരാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ രക്ഷിക്കണം. സ്ഥാപനങ്ങൾ പലതും ഞങ്ങൾ നാട്ടിലുണ്ട്, അങ്ങനെ പലതും ഞങ്ങൾക്കുണ്ട്. അതിനെല്ലാം തന്നെ ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ വരായതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നീ മഹമായ ഫضل കൊണ്ട് ഖൈറിനെയും ബർക്കത്തിനെയും കോരിച്ചേർന്ന് തരണം തമ്പുരാനെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലിക്കുൽ ജബ്ബാറായ ലാൽസീലായ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യാൻ പോവുകയാണ്. നീ ആ ദുആനെ തട്ടിക്കളയാതെ കണ്ട് നീ അത് കബൂൽ ചെയ്യ് തമ്പുരാനെ.